Hi guys, welcome back to Johnson's vlog. അപ്പോൾ ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു വെജ് റെസിപ്പി ആയിട്ടാണ്. ഈ വീഡിയോ എല്ലാവരും ഫുൾ ആയിട്ട് കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. ആദ്യം നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാൻ ഗോൾഡ് വിന്നറിൻ്റെ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിനി കടുക് ആഡ് ചെയ്ത് കൊടുക്കാം. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഓണിയൻ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു 2-3 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. കുറച്ച് കരിവേപ്പിലയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഗ്രേറ്റ് ചെയ്തേക്കുന്ന ബീറ്റ്റൂട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾ പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നമുക്കിനി അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ് വേവിക്കാം കേട്ടോ. വെള്ളം ഒന്നും ഒഴിക്കണ്ട. ഒന്ന് അടച്ച് വെച്ച് 2 മിനിറ്റ് ഒന്ന് വേവിക്കാവേ. ഇപ്പോൾ ഒരു 1 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്നൊന്ന് നോക്കുക. നമുക്കൊന്നും കൂടി അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പൊ 2 മിനിറ്റ്സ് ആയിട്ടുണ്ട്. നമുക്ക് ഇതിലോട്ട് ഗ്രേറ്റ് ചെയ്ത് വെച്ച കോക്കനട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇതും നമുക്ക് അടച്ച് വെച്ച് ഒരു 2 മിനിറ്റ്സും കൂടി വേവിക്കണേ. വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, അത് വെന്തോളും. ഒരു 2 മിനിറ്റ്സ് അടച്ചു വെച്ച് വേവിക്കാം. അപ്പം നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ, എന്നെ സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോസ് ആയിട്ട് ഇനി ഞാൻ വരുന്നതായിരിക്കും. താങ്ക് യു.